റെനാക്കോണിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് അല്ലേ, റാപ്പിഡ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയൊക്കെ ചെയ്യാം, എവിടെയൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം? ഇത് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകള്, ക്ലാസ് റൂമുകൾ, ഹോസ്റ്റലുകൾ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, പിന്നെ നമ്മുടെ റിസോർട്ടുകൾ, അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാ രീതിയിൽ എത്രയൊക്കെ തിക്നെസ്സിലാണ് ഇത് വരുന്നത്? ഇത് വരുന്നത് 2 ഇഞ്ച് തിക്നെസ്സും. നമുക്ക് ആ സാമ്പിൾ ഒന്ന് കാണിച്ചു കൊടുക്കാം. 3 ഇഞ്ച് തിക്നെസ്സിന്റെ ഇതാണ് സാമ്പിളാണ് ഇത് പീസ്. ഇത് വരുന്നത് 242 സെന്റിമീറ്റർ. അതായത് ഈ തിക്നെസ് ഇതിപ്പോ 75 mm അല്ലേ? ഇതിപ്പോ നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 240 ആണ്. 240 ഉണ്ട്, 270 ഉണ്ട്, 300 ഉണ്ട്. 3 ലെങ്ത്തിൽ 3 ഹൈറ്റിൽ നമുക്കിത് വരുന്നുണ്ട്. 240, 270, 300. തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള 2 ഇഞ്ചിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 ഇഞ്ചിലും വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ ഇതിന് 2 ചാനലുകൾ, അതായത് ഈ കാണുന്നത് ഇത് 1 mm തിക്നെസ്സിലെ ചാനലാണ്. ശരി, അതായത് ഇത് ഈ ചാനൽ അടിയിൽ വെക്കുന്ന ചാനലാണ്. ശരി, പിന്നെ ഇതിന്റെ മുകളിൽ വെക്കുന്ന ചാനൽ. ഇതിന് നമ്മൾ പറയുന്നത് ടോപ്പ് ഇവിടെ വെച്ചേ ഉള്ളൂ. ശരി, ഇത് നമ്മൾ ജെ ടൈപ്പ് എന്ന് പറയും. ഇതാണ് നമ്മുടെ വാട്ടർ ടൈപ്പ് വെക്കുന്നത്. ശരി, ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് GI ചാനലാണ് യൂസ് ചെയ്യുക. നമുക്കിപ്പം ഇത് ബോട്ടവും നമുക്ക് ടോപ്പുമാണ്, 2 ചാനലാണ് ഉപയോഗിക്കുക. അതായത് താഴെയും മുകളിലും വേറെ തന്നെ ഡിഫറെന്റ് ചാനലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പ് ചാനൽ. മുകളിൽ സി ടൈപ്പ്. ഈ വാള് ഇങ്ങനെ ഉണ്ടാവും. സെയിം വാള് നമ്മൾ ഫിനിഷ് ചെയ്തത് പുട്ടി ഉപയോഗിച്ചിട്ട് ഫിനിഷ് ചെയ്താൽ എല്ലാം വേണ്ട. അതെ, കാരണം പ്ലാസ്റ്ററിങ് വേണ്ട. അത് നമുക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും നമുക്ക് സ്മൂത്ത് ആയിട്ട് വരുന്നതാണ്. ഇതിൽ ജോയിന്റ് ചെയ്യുന്നത് ഇത് 2 മെയിൽ ഫീമെയിൽ കണക്ഷൻസ് ആണ്. ഇതും അപ്പുറത്തെ കണ്ടില്ലേ, ഇത് ഉള്ളിലേക്ക് ഈ 2 കണക്ഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ അതിന്റെ ഉള്ളിൽ പുട്ടി വെച്ചിട്ട് അത് ആദ്യം മെഷ് വെക്കും. എന്നിട്ട് നമ്മൾ പുട്ടിയിട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഈ ഫിനിഷ് ഇത് ജോയിന്റ് ഉണ്ട്, നമ്മൾ അറിയാത്ത രീതിയിൽ ഇത് ജോയിന്റ് വരും. ഓക്കെ, പ്ലംബിംഗ് ലൈനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഡെമോ ഉണ്ട് ഇവിടെ. ഇതിപ്പോ സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 3 ഇഞ്ച് തിക്നെസ്സിലെ പാനലാണ്. ഇതിൽ നമുക്ക് 2 ഇഞ്ച് വരെ നമുക്ക് കൺസീൽ ചെയ്ത് ഉപയോഗിക്കാം. ഇതിന് ഉപയോഗിക്കാം. 2 ഇഞ്ച് ആകുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വരെ കൺസീൽ ചെയ്ത് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പുറത്ത് സ്ക്വയർ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ വലിയ ബോറില്ലാതെ നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് അപ്പോൾ സംഭവം ഉണ്ടാവുക അല്ലേ? പ്ലംബിംഗ് എല്ലാം പോയി നമുക്ക് ഇതെല്ലാം അപ്പോൾ ഒരു മറ്റേ ഇതിന്റെ പ്ലേറ്റ് ഉള്ളിൽ കറക്റ്റായിട്ട് പോകും. അത് കറക്റ്റായിട്ട് പോകും. ഇതിന്റെ ബോക്സ് കറക്റ്റ്. ഇത് 3 ഇഞ്ചാണ്. ഒരുപാട് ഇതിങ്ങനെ ഉപയോഗിക്കാം. ഇനി അതല്ല, ഇനി നമുക്ക് ക്ലാസ് റൂമുകൾ, വെയർ ഹൗസുകൾ, അതുപോലെ തന്നെ പബ്ലിക് ഏരിയ ആണെങ്കിൽ നമുക്ക് പുറത്തു കൂടി ചെയ്ത് കഴിഞ്ഞാലും വലിയ ബോറില്ല. ഇതിനകത്ത് നമുക്ക് ടോയ്ലറ്റിൽ, ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിന്റെ വാട്ടർ പ്രൂഫിങ്, അതുപോലെ എന്താണ് ഈ സാധനങ്ങൾ എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാം. എത്രത്തോളം ഇത് ടോയ്ലറ്റിൽ നമുക്ക് ഈ സെയിം പാനൽ തന്നെയാണോ? സെയിം പാനൽ. അത് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ശരി. അതായത് ഉള്ളിൽ നമ്മുടെ സെയിം ആ റെനാക്കോൺ കല്ല് എങ്ങനെയാണോ വരുന്നത് അതന്നെയാണ് സാധനം. 2 സൈഡിൽ നമുക്ക് സിമെന്റ് ബോർഡ്സ് ആണ് വരുന്നത്. ഇനി അതിന്റെ വാട്ടർ പ്രൂഫിംഗ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു. ഇത് നമ്മൾ ബാത്റൂമിൽ, ടോയ്ലറ്റിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആദ്യം നമുക്കൊരു 4 അടിക്ക് നമുക്ക് ഒരു വാട്ടർ പ്രൂഫ് ചെയ്യലും നിർബന്ധമാണ്. അത് നമ്മൾ സാധാരണ രീതിയിലെ കേസിലൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ എന്നിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ടൈലിടാം. ടൈലിടുമ്പോൾ നമുക്ക് ഗമ്മാണ് യൂസ് ചെയ്യേണ്ടത്. ഗമ്മ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോക്സിറ്റ് കഴിഞ്ഞാൽ ഈ സാധാ ടോയ്ലറ്റുമാരെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇനി പെർട്ടിക്കുലറായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നോർമലായിട്ട് എങ്ങനെയാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന് ടൈല് യൂസ് ചെയ്യുമ്പോൾ ഗമ്മ് വെച്ച് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കോസ്റ്റ്ലി കുറക്കാൻ 2 ഇഞ്ചിൽ യൂസ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ചിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺസീൽ ചെയ്ത് ടോയ്ലറ്റിന്റെ ഏരിയ യൂസ് ചെയ്യും. ടോയ്ലറ്റിന്റെ വാളുകൾ 3 ഇഞ്ചിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസീൽ ചെയ്യാൻ എളുപ്പമാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്കണോമിക്കലി ബെറ്റർ ആണ്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ റെനാക്കോണിന്റെ ഈ റാപ്പിഡ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ബേസിക് ഐഡിയ മാത്രമേ പറഞ്ഞു. പോയി കാണണം. ഈ രീതിയിലാണ് ഫിറ്റ് ചെയ്യുക അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, ഇതിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ അടുത്ത സ്റ്റാൾ കാണും. ഓക്കെ.